എന്നെ അറിയുന്ന എല്ലാവരും എൻ്റെ ഈ സംസാരം ഒരു 2 മിനിറ്റ് ഉണ്ടെങ്കിലും 3 മിനിറ്റ് ഉണ്ടെങ്കിലും ചില ഒന്ന് കേൾക്കണം, നിർബന്ധമായി കേൾക്കണം. കാരണം ഇന്ന് 19-ാം തീയതിയാണ്. 20/6/2025 ഈ വീഡിയോൻ്റെ മുന്നിൽ ഞാൻ സംസാരിക്കുകയാണ്. കാരണം ഇനി ഇവിടുന്ന് ഞാൻ വീഡിയോസ് എല്ലാം വിടണത് എൻ്റെ കുടുംബക്കാരെ വീഡിയോ ആണ് ഞാൻ വിടാൻ പോകുന്നത്. കുടുംബക്കാരും കണ്ടുമുട്ടിയ പലരും ഉണ്ടാവും. അവരെ വീഡിയോസാണ് ഇനി ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇടുന്നത്. അപ്പോൾ നിങ്ങളെ യൂട്യൂബിലുള്ള എന്നെ അറിയാത്തവർ പലരും എൻ്റെ വീഡിയോ കാണുമ്പോൾ അവർക്ക് എന്നോട് പലതും വെറുപ്പുണ്ടാവും. എന്തൊക്കെ അവർ ഇതിനെപ്പറ്റി ചിന്തിക്കും. അവർ വേണ്ടാത്ത കമൻറ്റുകളൊക്കെ എഴുതും. അവർ പറയും എന്തിനാണ് ഇങ്ങനെയൊക്കെ ഈ വീഡിയോസുകളൊക്കെ എടുത്ത് വിടുന്നെന്നുള്ളത്. അത് അവരെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് അവർക്കും അറിയില്ല. അപ്പോൾ ഇത് അറിയാത്തതിൻ്റെ പേരിൽ അവർ അങ്ങനെയൊക്കെ കമൻറ്റുകൾ എഴുതും. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയാനുള്ള കാരണം ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ നിന്നൊരു വരുമാനത്തിന് വേണ്ടി ചെയ്തതല്ല എന്നുള്ളത്. എനിക്കെൻ്റെ കുടുംബക്കാരുണ്ടല്ലോ, എൻ്റെ കണ്ടുമുട്ടിയ പലരും ഞാൻ ഈ വീഡിയോ അതിനു വേണ്ടി ഉണ്ടാക്കിയ വീഡിയോ ആണ്. കാരണം എൻ്റെ ഉമ്മാൻ്റെ കുടുംബം ഇഷ്ടം പോലെ ഉണ്ട്, എൻ്റെ ഉപ്പാടെ കുടുംബം ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ എൻ്റെ പെങ്ങന്മാർ, ഞങ്ങൾ 8 മക്കളാണ്. അപ്പം അങ്ങനെ ബന്ധങ്ങൾ ഒരുപാടുണ്ട്. അതുപോലത്തെ ബന്ധം എല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രമല്ല സർവ്വ ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ ആ ബന്ധങ്ങളെ കണ്ടുമുട്ടിയവരൊക്കെയും ലോകത്തോട് വിട പറഞ്ഞു പോയവരുണ്ട്, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുണ്ട്, പരസ്പരം എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഒക്കെ കണ്ണത്ത രാജ്യത്ത് പോയ പ്രവാസികളാണ്. അപ്പോൾ അവർക്കൊക്കെ ഇവരൊക്കെ ഒന്ന് കാണണം. കുറച്ചു നേരം കണ്ണത്ത രാജ്യത്ത് പോയി നിൽക്കുന്നവർക്ക് കുടുംബങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുമുട്ടണം എന്നൊക്കെ ആഗ്രഹം തോന്നുമ്പോൾ ബോംബെ മാനു എന്ന് പറഞ്ഞ യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പല കുടുംബങ്ങളും അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. എവിടേക്ക് ഞാൻ പോയി ഓരോ വീട്ടിലേക്ക് കയറി ചെന്നോ അത് ഞാൻ പറഞ്ഞു എല്ലാവരും കൂട്ടിച്ചേർത്തിട്ട് ഞാൻ പറഞ്ഞത്. അത് മുസ്ലിമായി, ഹിന്ദുവായി, ക്രിസ്ത്യാനിയായി ആരെ വീട്ടിലേക്കോ ഞാൻ കയറി ചെന്ന് അവരുടെ സമ്മതപ്രകാരം അവർക്ക് വീഡിയോ എടുക്കുക, അവർ സമ്മതം തരികയെന്നുണ്ടെങ്കിൽ ഞാൻ അവരുമായി കുറച്ചു നേരം സംസാരിക്കും. അവരുമായി സംസാരിച്ചിട്ട് അവരുടെ സംസാരം പോലും ഈ വീഡിയോയിൽ കൂടെ എടുക്കുന്നതിൻ്റെ കാരണം എന്താണ്, നാളെ ഈ പറഞ്ഞ ഞാനും മറ്റുള്ളവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നാളും പറഞ്ഞതാണ്. അപ്പോൾ അവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കണതാണ്. ഓരോ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഞാൻ പ്രായമുള്ള ആൾക്കാരായിട്ട് കുറച്ച് നേരം സംസാരിക്കണേ. അവരുടെ സംസാരം, എൻ്റെ സംസാരം, മറ്റുള്ളവരുടെ സംസാരം, അത് ഞങ്ങൾക്ക് തലമുറ ഇനി ഞങ്ങൾ മരണപ്പെട്ടാലും ഞങ്ങളെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ യൂട്യൂബിൻ്റെ വീഡിയോ കാലങ്ങളോളം ഇതിൽ നിൽക്കുകയെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുടുംബങ്ങളൊക്കെ ഒന്ന് കണ്ടുമുട്ടാൻ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഈ യൂട്യൂബിനുണ്ടാക്കിയത്. ഇപ്പോൾ അതിനാണ്. എൻ്റെ മൊബൈൽ ഇപ്പോൾ ഇതൊരു മൊബൈലാണ്, വേറൊരു മൊബൈൽ ഞാൻ കാണിച്ചു തരാം. ഇത് വേറൊരു മൊബൈലാണ്. ഇതിൻ്റെ ഒരുപാട് കൊല്ലം ഇതിൽ പൈസ അടക്കം വെച്ചിട്ടുണ്ട്. എന്തിനാ അറിയോ, ഇതിൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും പൈസയാണ്. ഇമ്മയൊക്കെ ബോംബെക്ക് പോണ സമയത്ത് മക്കൾക്ക് 10 റുപ്യ 20 റുപ്യ തരണം. എന്താ വെച്ചാൽ അവരെ ഹൃദയമാണ്, അവർ ഹൃദയത്തിൽ ഒരുപാട് സങ്കടപ്പെട്ടിട്ടാണ് ഈ മക്കൾക്ക് തരുന്നത്. എൻ്റെ കുട്ടികൾ പോയിട്ട് എവിടെയെങ്കിലും പോയി നേരെ വിട്ടച്ചിട്ട്, അല്ലാതെ നശിക്കാൻ വേണ്ടിയിട്ടൊന്നും മാതാപിതാക്കൾ തരൂല. അപ്പോൾ അവർ കൈമടക്കായിട്ട് ഒരു 10 റുപ്യ 20 റുപ്യ തരുമ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ ഫോണാത്. ഇതിന് ഒരു കുഴപ്പമില്ല. ഈ ഫോൺ നല്ല ക്ലിയറാണ്. പക്ഷെ ഓരോരുത്തർ കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ എൻ്റെ ഈ മൊബൈലിൽ അത്ര ക്ലിയർ പോരാന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും 30,000 രൂപ ഫോൺ മേടിച്ചതാണ്. ഇതും 30,000 രൂപ ഫോണാണ്. ഇതിന് ഒരു കുഴപ്പം, ഞാൻ കുട്ടികളെ കൊണ്ടെടുക്കുന്ന പോലെ കൊണ്ടെടുക്കുക. കാരണം ഇത് ചോര നീരായിട്ട് അധ്വാനിക്കണമെനിക്കാണ് ഇതിൻ്റെ വേദന അറിയുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞിടത്തോളം എൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെയും വീട്ടില്ല, അത് പൊന്നുപോലെ നോക്കുകയാണ്. അതുപോലെ ഇതും ഇപ്പോൾ ഈ ഫോൺ ഇപ്പോൾ അടുത്ത് മേടിച്ചതാണ്. അപ്പോൾ ഈ യൂട്യൂബിൽ ഓരോരുത്തർ കമൻറ്റ് ചെയ്തപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അവർക്ക് ഞാൻ കണ്ട പല വീഡിയോസുകളൊക്കെ എടുത്ത് വിടാൻ നിൽക്കുന്ന ഒരാളല്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ എനിക്ക് എന്താ വെച്ചാൽ ബന്ധങ്ങളെ ഞാൻ ഓരോരുത്തരെ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ മരണപ്പെട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കും. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നോട് വിട പറഞ്ഞ് പോകുമ്പോൾ എപ്പോഴും ഞാൻ വളരെ പ്രയാസപ്പെടുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഇതിനെ പറ്റി അറിയില്ല. കാരണം ഞങ്ങളെ പോലത്തെ ഞാൻ പറഞ്ഞ സ്കൂളിലും മദ്രസയിലൊന്നും പഠിപ്പില്ല. കണ്ടുമുട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട്. അവരേറ്റൊക്കെ ജസ്റ്റ് കാണുമ്പോൾ അവരെ എപ്പോഴും ഹൃദയത്തിൽ വെക്കും. അവരൊന്നും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല, അവർ ഇനിയും വേദനിപ്പിച്ചിട്ടില്ല. ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഭൂമിയിൽ. ഇപ്പോൾ മരണപ്പെട്ടു പോയവർ അനവധി ആൾക്കാരുണ്ട്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും അവരൊക്കെയും അത്രമാത്രം ഇന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരും ഇന്നെ മാത്രമല്ല പലരും അവർ ഇഷ്ടപ്പെട്ടിട്ടൊക്കെ അവർ നല്ല മനുഷ്യന്മാരൊക്കെ ആയിട്ട് ബോംബെ ലോകത്തോട് പിട പറഞ്ഞ് പോയ ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതാണ്. അതിന് വേണ്ടി യൂട്യൂബ് ഉണ്ടാക്കിയതാണ്. ഇനി എനിക്ക് കുറച്ചുകൂടി പറയാനൊന്നുമില്ല. പക്ഷേ നിങ്ങൾ എന്നെ അറിയാത്തവരൊക്കെ യൂട്യൂബ് എടുത്ത് നോക്കണ്ട. കാരണം എന്താ അറിയോ, കാരണം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വീഡിയോസുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പണത്തിൻ്റെ കുടുംബക്കാരെ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ. പലതും അവരിങ്ങനെ ജാഗ്രതയുണ്ടാവും. മാനുവിൻ്റെ വീഡിയോ കണ്ടാൽ എല്ലാവരും പറച്ചിലുണ്ട്. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഓരോരുത്തർ പറയും ഇന്ന ആൾക്കാരെ കാണാമെന്നൊക്കെ നോക്കുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് മാനുവിനായിട്ട് ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. മാനുവിൻ്റെ മൊബൈൽ ഇഷ്ടം പോലെ കുടുംബക്കാരെ വീഡിയോസ് ഉണ്ടാവും, നോക്കണം. അപ്പോൾ അവർക്കൊക്കെ ഫോണുണ്ട്. അവരൊന്നും ഇപ്പോൾ ഇതേമാതിരി ചിന്തിച്ച് നടക്കലൊന്നുമില്ല. അവരിപ്പോൾ ഫോൺ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. ഫോണല്ലേ, ഈ ഫോണിന് എന്താ സംഭവിക്കണമെന്ന് 2 ഫോണിൻ്റെ 2 ഫോണിൽ ഒരുപാട് വീഡിയോസുകളുണ്ടായിരുന്നു, പഴയ വീഡിയോസുകളൊക്കെ.
കുടുംബങ്ങൾ കാണും. ഞാൻ ഓരോരുത്തരെ മനുഷ്യന്മാരെ കണ്ട് അവരെ വീഡിയോസ് എടുക്കും. നിൽക്കുന്നുണ്ട് അവരായിട്ട് കുറച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അവരായിട്ട് ഇടയ്ക്ക് ഞാൻ ബോംബെ പോയതൊക്കെ ഇരുന്ന് കാണും. എന്നിട്ട് ഞാനിങ്ങനെ ഇരുന്ന് ഞാൻ തന്നെ ഇരുന്ന് ചിരിക്കും. കാരണം എനിക്ക് കണ്ടുമ്പോൾ ഒക്കെ എൻ്റെ ആൾക്കാരുണ്ട് അവരൊക്കെ മരിച്ചെന്ന് കേൾക്കുമ്പോൾ തുടങ്ങും എൻ്റെ മനസ്സിനുള്ളിൽ വേദന. എൻ്റെ അയൽവാസി ആക്ക മരിച്ചപ്പോൾ ഞാൻ പണിക്ക് പോകുമ്പോൾ മൊബൈൽ വണ്ടിയിൽ വെച്ചിട്ട് നിങ്ങൾ നോക്കണം, മൊബൈൽ വണ്ടിയിൽ വെച്ച കാരണം ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല, സൈലൻറ്റിലായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് തിരിച്ചു വന്ന് കടലിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ അയൽവാസി ആക്ക മരണപ്പെട്ടെന്ന് പറയുമ്പോൾ ഞാൻ എത്ര കരഞ്ഞെന്നവരെ അവിടെ ബോംബെയിൽ. അത് നിങ്ങൾക്ക് അറിയില്ല. കാരണം ഓരോ ആ മനുഷ്യനെ അത്രയും മാത്രം ഇഷ്ടപ്പെട്ടിട്ട് ഈ പാവം അന്ന് വയ്യാത്ത സമയത്ത് പോലും ഇവിടെ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് മാനു എവിടെയെന്ന് ചോദിച്ച് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലേണ്ട ഒരാളാണ്. പക്ഷെ ഞാൻ 2 ദിവസം ഇവിടെ വന്നപ്പോൾ 2 ദിവസം വൈകി മുപ്പരടുത്ത് എത്താൻ. അപ്പോഴത്തേന് ഞാൻ ഇവിടെ വന്നെന്ന് കേട്ടപ്പോൾ ആ പാവം അന്വേഷിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നു. മുപ്പര് മരിച്ച്. അള്ളാഹു ആ മുപ്പര കബർ അള്ളാഹു സ്വർഗം വിശാലമാക്കി കൊടുക്കട്ടെ. ഞാൻ ഒന്ന് പള്ളിക്ക് പോകുമ്പോൾ മുപ്പര കബറിങ്ങ പോയിട്ടൊന്ന് പറ്റുമ്പോൾ ദുആ ചെയ്യും. കാരണം എന്നൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർ മൈമുട്ടിയൊക്കെ കേസിയാക്കാത്ത മൈമുട്ടിയൊക്കെ മരിക്കുന്നതിൻ്റെ മുന്നേ ഇത് എത്ര 6 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ട്. ഈ വീഡിയോനെ ചിലപ്പോൾ എപ്പോഴും എല്ലാ വീഡിയോയിലും വിടും. ഞാൻ ഈ കുടുംബത്തിൻ്റെ വീഡിയോ വിടുമ്പോൾ എപ്പോഴും ഈ സംസാരം ഉണ്ടാവും. നിങ്ങൾ ഇന്നെ വെറുത്താലും വേണ്ട എന്തായാലും വേണ്ട. മൈമുട്ടിയൊക്കെ മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഒരുപാട് വോയിസ് വിട്ട് എൻ്റെ ഉപ്പാനെ പൊന്നു പോലെ നോക്കണം, എൻ്റെ ഉമ്മാനെ നോക്കണം, ഉപ്പാനെ വേദനിപ്പിക്കരുത്. കാരണം മൈമുട്ടിയൊക്കെ ഉപ്പാൻ്റെ അടുത്ത് നിന്നിരുന്ന ആളാണ്. ആ ഉപ്പാടെ സ്വഭാവം എൻ്റെ ഉപ്പ സ്നേഹത്തോർക്കനെ എപ്പോഴും പറിച്ചില്ല, ഭയങ്കര ദേഷ്യപ്പെട്ട പറയുള്ളൂ. പച്ച വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാൽ അതിൻ്റെ മനസ്സ് ശുദ്ധമാണ്, എന്തുണ്ടെങ്കിലും ഇപ്പം ഉള്ളിൽ വെക്കൂല, എല്ലാം തുറന്ന് പറഞ്ഞ ആളാണ്. ആളെ ഹൃദയത്തിനുള്ളിൽ കറിയും പാകമൊന്നുമില്ല. അപ്പോൾ അതും അറിയുന്ന ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ട് അവർ പറഞ്ഞു എൻ്റെ അപ്പാനെ വേദനിപ്പിക്കരുതെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു മൈമുട്ടിയേക്കാൻ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ രാത്രി മൂപ്പരാരെ മരിക്കണതിൻ്റെ തലേ ദിവസം എനിക്ക് വോയിസ് വിട്ടിട്ടാണ് മാനുവോ ജിപ്പാനെ നോക്കണട്ടാന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ അവസാനം നേരം മുളക്കുമ്പോഴത്തേന് ഇന്നാലില്ലാഹി ഇന്നയിലേഹി റാജിഊൻ റബ്ബിൻ്റെ അടുത്തേക്ക് കടന്നുപോയി. അപ്പോഴാണ് എന്നോട് മറ്റുള്ളവർ പറഞ്ഞത്, എന്നെ അറിയുന്ന മുസ്തഫ നമ്മളെ ഗഫൂർക്കാടെ എൻ്റെ മൂത്താപ്പാടെ മകൻ്റെ പെണ്ണുങ്ങൾ ഗഫൂർക്കാടെത്ത കുറിയിലൊക്കെ ഞാൻ കുറിയിൽ ചേർന്നപ്പോൾ എന്നോട് പറഞ്ഞ് മാനുവോ മൈമുട്ടിയൊക്കെ മരിച്ചടാ പുത്തേന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അവിടെ ഞാൻ ഇരുതാൻ പൊട്ടിക്കാരൻ. അപ്പോൾ ആക്ക മരണപ്പെട്ട്. അതുപോലെ എൻ്റെ ഭാര്യയുടെ ഉപ്പ എന്നൊക്കെ ഇഷ്ടപ്പെട്ട് നടക്കണ ആളാണ്. ആ ഉപ്പ മരിക്കാൻ നേരത്ത് പോയി ഞാൻ ബോംബെ നാട്ടിലുണ്ടായിരുന്നു. ആ മരിക്കണതിൻ്റെ അന്ന് മൂപ്പരാരി കെടുക്കണോടത്ത് നിന്നിട്ട് എൻ്റെ പെണ്ണുങ്ങളുണ്ട്, എല്ലാവരും അറിയാം അവിടെ ഉള്ളവർ. ആ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് ഒരുപാട് നേരം സംസാരിച്ചിട്ട് ഒരുപാട് നേരം ഞാൻ മൂപ്പരെ കുറെ ചിരിച്ച്. ആ സുഖമില്ലാത്ത ഒരാൾ മരിക്കാൻ പോണ ആൾ ഇന്നെ ഇരുന്നിട്ട് ചിരിച്ച്. എൻ്റെ മൂത്താപ്പ മരിക്കണേൻ്റെ തലേ ദിവസം മൂത്താപ്പാൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ കയറി ചെന്നപ്പോഴും മൂത്താപ്പ അസ്സലാമു അലൈക്കും മൂത്താപ്പ എന്ന് ചെന്നപ്പോൾ മൂത്താപ്പയും കെടുക്കണോടത്ത് ഇരുന്ന് നീച്ച്. അയാളും മൂത്താപ്പ പിറ്റേ ദിവസമായിട്ട് മരിച്ചത്. എൻ്റെ ഭാര്യയുടെ ഉപ്പ അന്ന് ഞാൻ കയറി ചെല്ലുമ്പോൾ ഉപ്പാൻ്റെ റൂഹിനെ രാത്രി 12 മണിക്കിൻ്റെ ഉള്ളിൽ കടന്നു പിടിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ കയറി ചെല്ലുമ്പോൾ കിടന്നിരുന്ന മനുഷ്യ ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോയതാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മൾ പ്രവാസി ലോകത്തായാലും ശരി, നമ്മളിവിടെ എത്തിയാലും നമ്മൾ വന്നിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മളുമായി കണ്ടുമുട്ടിയ ശേഷം ലോകത്തോട് വിട പറഞ്ഞ് പോകുന്നവരുണ്ട്. അവർക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ നമ്മളോട് രഹസ്യമായിട്ട് പറയും. അപ്പം നമ്മളത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അതൊന്ന് നിസ്സാരാക്കി തട്ടിക്കളയരുത്, മക്കളായാലും ആരായാലും. അപ്പം ഞാൻ ഈ യൂട്യൂബ് ഉണ്ടാക്കിയത് എൻ്റെ കുടുംബക്കാരും കണ്ടുമുട്ടിയ അയൽവാസികളും ബന്ധുമിത്രാദികളും ആരുണ്ടെങ്കിലും അവരെ വീഡിയോസും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബങ്ങൾക്കും എപ്പോഴേലും കാണുന്നുണ്ടെങ്കിലും ബോംബെ മാനു എന്ന യൂട്യൂബ് അടിച്ചാൽ നിങ്ങൾക്ക് കാണാം. വേറെ കണ്ണി കണ്ട വീഡിയോസും കുറേ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഓരോന്ന് എടുത്ത് വിടുന്ന പരിപാടിയില്ല. അങ്ങനെ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു വിടും. അല്ലാതെ ഇതിൽ നിന്ന് കുറേ പൈസ ഉണ്ടാക്കാനും പിടിക്കാനും വേണ്ടി ഉണ്ടാക്കിയല്ല. എനിക്ക് ഹൃദയങ്ങൾ തമ്മിൽ മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ്. ഓരോ മനുഷ്യനെ പറ്റി ചിന്തിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്, ഞാൻ അയാളെ ഹൃദയത്തേക്കും കടന്നു പോക്കുന്നുണ്ട്. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മരണപ്പെട്ടു പോയ ഒരുപാട് മഹാന്മാരുണ്ട്. അന്ത്യവിസർമ്മം ചൊല്ലി ഓരോ കബറിങ്ങൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ മരിച്ചതിൻ്റെ ശേഷമാണ് അറിയണത് ഇവർ ആരാന്നുള്ളത്. അതിൻ്റെ മുന്നേ നമ്മൾ പോയിട്ട് ഒരു തുള്ളി ചായ പോലും കൊടുക്കലുണ്ടാവില്ല. ഈ മരണപ്പെട്ട ആൾക്കാർ അവർ ജീൻസും പാൻറ് ഇട്ട് പോകുന്ന ആൾക്കാരല്ല. ഒക്കെ ഇന്നെ പോലെ തെങ്ങ് കയറിയിട്ടും കുരങ്ങൻ്റെ വയലിൽ അല്ലെങ്കിൽ മാനസികമായ റബ്ബിനോട് അടുത്ത് മുട്ടുമ്പോൾ രോഗിയായി മാറിയിട്ടും അവസാനം അയാൾ മരണപ്പെട്ടു പോകുമ്പോഴാണ് അയാളെ കബറിലേക്ക് നമ്മളൊക്കെ കയറി ചെന്നിട്ട് സിയാറത്ത് ചെയ്യണത്. എന്താണ് കാരണം എന്ന് വെച്ചാൽ മരിക്കണ സമയത്ത് ആ മനുഷ്യൻ ആരാന്ന് പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. അറിയുന്നവരുണ്ട്, പക്ഷെ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവരും പലതും തെറ്റിദ്ധരിക്കുമായിരുന്നു. നല്ല മനുഷ്യന്മാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് നമുക്ക് പോലും അറിയണമെങ്കിൽ അവരൊക്കെ ആരാണ്. കാരണം പല കോലത്തിലാണ് കയറി വരുന്നത്. പല കോലത്തിൽ ഞാൻ തെങ്ങ് കയറുമ്പോൾ ആകെ വേട്ടുവൻ്റെ മാതിരി കുരങ്ങൻ്റെ മാതിരിക്ക് തെങ്ങുമ്പോൾ കയറി ഇറങ്ങുമ്പോൾ ഇന്നെ അറിയുന്ന ആൾക്കാർ എനിക്ക് ചായയും പലതും വാങ്ങി തന്നിട്ടുണ്ട്. പണക്കാർ വലിയ ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് പറച്ചവനോട് പറയാം, പഠിച്ചത് ഞാൻ ഒന്നുമില്ലാത്ത കോലത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ചായ 500 റുപ്യയുടെ നോട്ട് 10 റുപ്യ 5 റുപ്യക്ക് തരും. എന്നാലും ഞാൻ ആ പൈസ മേടിക്കും. കാരണം ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയോ? എന്നെപ്പോലെ ഈ കോളത്തിൽ നിൽക്കുന്ന അനവധി ആൾക്കാർക്ക് അവർ സംഭാവന കൊടുക്കുന്നതാണ്. അവർക്കറിയില്ല ഞാൻ ആരാന്നുള്ളത്. ഞാനിങ്ങനെ അവരെ 10 റുപ്യ മേടിക്കാൻ വന്ന ആളല്ല. ഞാൻ അധ്വാനിച്ചിട്ട്
നമ്മൾ ഓരോ മനുഷ്യനും പല കോലത്തിലും പണിയെടുക്കണതാണ്. ഒരു വർക്ക്ഷോപ്പിലേക്ക് ചേർന്നാൽ ഓൻ്റെ യൂണിഫോം വേറെ കാര്യം ഓൻ 100 തവണ അതിനെ ഇട്ട് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഓന് പോകാൻ നേരത്തെ ഡ്രസ്സ് മാറ്റും. അങ്ങനെ പല ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കറിയില്ല. പക്ഷെ അവരൊക്കെ നമ്മളെ വിഷമവും നമ്മളെ പ്രയാസം കാണുമ്പോഴാണ് ഓരോരുത്തർ നമുക്ക് 50-500 ഉറുപ്പിക എടുത്തു തരുന്നത്. ഞാനത് മേടിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, യൂട്യൂബിൽ ആരെങ്കിലും സുഖമില്ലാത്ത ആരെങ്കിലുമൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് ഈ തന്ന പൈസയിൽ കൂടെ ഒരു 50 ഉറുപ്പിക കൂട്ടിയിട്ട് അവർക്കാണ്ട് വിട്ടുകൊടുക്കില്ല. അല്ല ഞാൻ ഇരുന്ന് നിന്നിരുന്നില്ല. അപ്പോൾ വേണ്ടാന്ന് പറയില്ല. വേണ്ടാന്ന് പറഞ്ഞാൽ എന്തായി അറിയോ, അങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാവങ്ങൾക്ക് കൊടുക്കുന്നത് പോലും എൻ്റെ കാരണം ഇല്ലാതാവും. ചെയ്യാൻ പാടില്ല. നമ്മളൊക്കെ അധ്വാനിക്കുന്ന ആൾക്കാർ, നമ്മളെ അധ്വാനത്തിൻ്റെ വേർപ്പ് ഇറ്റ് വീഴുന്നവനക്ക് ഓരോ മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓനൊക്കെ ഹൃദയത്തിൽ ചേർത്ത് വെക്കും. അവർക്ക് ചായയും ചവർക്ക് സന്തോഷം കൊണ്ട് വാങ്ങിക്കൊടുക്കും. പറയാൻ നിന്ന് ഒരുപാടുണ്ട്. 10 മിനിറ്റിലെ വീഡിയോസായി. ഇത് എപ്പോഴും ഇടയ്ക്ക് വിടും ഞാൻ ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, കാരണം എന്താ പറയുക, ഇനി ഇതുകൊണ്ട് ഞാൻ വെക്കുകയാണ്. പറയാൻ നിന്ന് ഒരുപാടുണ്ട്. ആരും എന്നെ കാണാൻ എല്ലാവർക്കും വെറുപ്പുണ്ടാവും. എൻ്റെ കോലം തന്നെ അങ്ങനെയാണ്, തെങ്ങ് കയറുന്ന കോലാണ്. സാധാ